ഹായ് നമസ്കാരം. എല്ലാവർക്കും സയൻസ് ടെക് ലേണിംഗ് ആപ്പിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 2021 റിവിഷൻ്റെ ഒന്നാം സെമസ്റ്ററിൻ്റെ മാത്തമാറ്റിക്സ് പരീക്ഷ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ബി ആണ്. അതായത് പാർട്ട് ബിയിൽ 24 മാർക്കിൻ്റെ, അതായത് ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടുള്ള 8 ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. അപ്പം ഏതെങ്കിലും 10 ചോദ്യമുണ്ട്, അതിൽ 8 നമ്മൾ എഴുതിയാൽ മതി. പക്ഷേ നമ്മളിവിടെ എല്ലാത്തിൻ്റെ ആൻസർ എഴുതുകയാണ്. അപ്പം നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓഫ് 1 പ്ലസ് റൂട്ട് 3i. അപ്പം നമുക്കറിയാം തന്നിരിക്കുന്നത് 1 പ്ലസ് റൂട്ട് 3 z ഇസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3i. അവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ് ഈക്വൽ ടു 1 എന്നും വൈ ഈക്വൽ ടു റൂട്ട് 3 എന്നും. അപ്പോൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞാൽ z ഇസ് ഈക്വൽ ടു എന്തോ ആർ ഇൻറ്റു അല്ലെങ്കിൽ ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ഈ രൂപത്തിൽ എഴുതുന്നതിന് നമ്മൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർ കണ്ടുപിടിക്കണം. ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ എത്ര വരും? റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1, 1ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 എന്ന് വരും. അതായത് റൂട്ട് 4 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 2 വരും. ആറിൻ്റെ വില കിട്ടി. ഇനി നമുക്ക് തീറ്റ ഈക്വൽ ടു എന്താ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ് അല്ലേ? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ നമുക്ക് എത്ര വരും? ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1. അതായത് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലെങ്കിൽ 5/3 റേഡിയൻ. അപ്പം നമുക്കുള്ളതാണ്ട് ഈ സെഡിൻ്റെ വിലയുണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് എഴുതാം. സെഡ് ഈക്വൽ ടു എന്താ? ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. അപ്പോൾ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എത്ര? ആർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 2 കോസ് തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് വില കൊടുക്കുക എത്ര? 5/3 പ്ലസ് ഐ ഇൻറ്റു 2 സൈൻ 5/3. കണ്ടോ? ഇത്ര എഴുതി വെച്ചാൽ ആ 3 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കിട്ടിയോ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റയുടെ ഈ ഫോമുല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആറിൻ്റെ ഈ ഫോമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചെഴുതണം നമ്മൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദി ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ്. 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, 2 പോയിന്റ്സ്. അപ്പം നമുക്ക് ഇതിനെ x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എടുക്കുവാണെങ്കിൽ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇങ്ങനെ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു എന്തുവാ? എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതുന്നത്. ഇതിനകത്തോട്ട് ചുമ്മാ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? y മൈനസ് y1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ -1, y മൈനസ് -1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y2 3. കണ്ടോ? 3 മൈനസ് -1 ഈക്വൽ ടു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാൽ -2. കണ്ടോ? x2 മൈനസ് x1. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കിന് എത്ര വരും? y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എത്ര വരും? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ -8. കണ്ടോ? അപ്പോഴത്തേക്കിന് നമുക്ക് y പ്ലസ് 1/4 ഈക്വൽ ടു എത്ര വന്നു? നമുക്ക് ആ 4 8 കൂടെ വെട്ടിക്കളയാം അല്ലേ? ഈ 4 8 കൂടെ വെട്ടിക്കളയാം അല്ലേ? എന്നിട്ട് എഴുതാം. അപ്പോൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ആവുമല്ലോ. ഇതും കൂടെ വെട്ടുമ്പോഴത്തേക്കും ഇവിടെ -2 വരും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാത്ത y പ്ലസ് 1/1 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നത്? എക്സ് മൈനസ് 2/-2. അപ്പോൾ -2 കൊണ്ട് ഇങ്ങോട്ട് 1 കൊണ്ട് അങ്ങോട്ട് കുടിക്കുക. അപ്പോൾ എത്ര വരും? -2 ഇൻറ്റു y പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് കിട്ടി. അപ്പം -2y -2 ഈക്വൽ ടു എന്താ? -2 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് എല്ലാത്തിനും എന്താണ്ട് ഇതിപ്പം നമ്മൾ ഇതിനെ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവത്തില്ലേ? വേണ്ട, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ജീവനെ കൂടെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഈ -2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ -2 നമുക്ക് ക്യാൻസൽ ആയി കളയാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -2 നമുക്ക് അല്ലേ? രണ്ട് സൈഡിലും -2 അല്ലേ? അപ്പോൾ -2 ക്യാൻസൽ ആയി കളയുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഇത്തിരി കൂടെ എളുപ്പത്തിലാവും. -2 ക്യാൻസൽ ആയി കളയുമ്പോൾ നമുക്ക് എന്ത്? ഈ -2 പോയി. ബാക്കി എത്ര? -2y ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0. കണ്ടോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0. ശരിയല്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ആ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ടാൻ തീറ്റ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ടാൻ തീറ്റ ഈക്വൽ ടു എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 3 എന്ന് പറഞ്ഞേക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ആരൊക്കെയാണ് നോക്ക്. നമുക്ക് സൈൻ തീറ്റയും കണ്ടുപിടിക്കണം, കോസ് തീറ്റയും കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ടാൻ തീറ്റ അറിയാമെങ്കിൽ നമുക്കറിയാം സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്നൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമുല, സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റിയാണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന സ്ഥാനത്ത് നമുക്ക് 3 സ്ക്വയർ എന്ന് കൊടുക്കാം, ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ എന്തുവാ? സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 സ്ക്വയർ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കിന് 9 + 1 10 ആവും അല്ലേ? ശരിയല്ലേ? എന്നാലോചിച്ച് നോക്കൂ. 3യുടെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കിന് 9 വരും, -9 അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കിന് എന്താവും? +9 ആവും. അപ്പം 9 + 1 10 ആവും. അപ്പം ഇവിടെ നമുക്ക് സീക്ക് തീറ്റ ഈക്വൽ ടു എത്ര കിട്ടി? √10 എന്ന് കിട്ടി. √10 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? √10 പ്രത്യേകിച്ച് ഒരു സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എഴുതാൻ പറ്റത്തില്ല അല്ലേ? ആൻസർ എഴുതാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ എഴുതി. ഒരു സെക്കൻഡ്. ഇനി നമുക്ക് സീക്ക് കിട്ടി. സീക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത കോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1/, അപ്പം ഇവിടെ നമുക്ക് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോ 1/, സീക്ക് തീറ്റ അല്ലേ എന്ന് പറഞ്ഞാൽ 1/√10 എന്ന് കിട്ടും. 1/√10 അല്ലേ? ഇനി നമുക്ക് സൈൻ അല്ലേ വേണ്ടത്? നമുക്കറിയാം എന്ത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? അപ്പോൾ അവിടുന്ന് സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൈൻ തീറ്റ ഈക്വൽ ടു എന്തുവാ? ഈ പറഞ്ഞിരിക്കുന്ന ടാൻ തീറ്റയെ ഒരു കോസ് തീറ്റ കൊണ്ട് ഗുണിച്ചാൽ പോരെ. ടാൻ തീറ്റ നമുക്കറിയാം 3 ഇൻറ്റു കോസ് തീറ്റ നമുക്കറിയാം എത്ര? 1/√10. അപ്പോൾ ഇത് രണ്ടുകൂടി ചേരുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് എഴുതാം? 3/√10 എന്ന് നമുക്ക് എഴുതാം. കണ്ടോ? അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പോൾ ഇതാ സൈൻ തീറ്റയും കിട്ടി, നേരത്തെ നമുക്ക് ദാണ്ട് ഇവിടെ കോസ് തീറ്റയും കിട്ടി. ചോദ്യത്തിനകത്തുള്ള എല്ലാം നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ. ഈ ചോദ്യം നോക്കിയേ. ടാൻ എയും തന്നിട്ടുണ്ട്, ടാൻ എയുടെ വില നമുക്കറിയാം, ടാൻ ബിയും തന്നിട്ടുണ്ട്. എയും ബിയും 90 ഡിഗ്രി താഴെയുള്ള ആംഗിൾ, അതാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഷോ ദാറ്റ് A + B = 45 ഡിഗ്രിയും തെളിയിക്കണം. ശരി, നമുക്കതിന് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടാൻ A + B ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. ടാൻ A + B എന്ന് പറഞ്ഞാൽ എന്താ വരും? ടാൻ A + ടാൻ B ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ B എന്ന് വരും. സോ ഞാൻ വിലയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. ടാൻ എ എത്ര വരും? ടാൻ A 1/2 പ്ലസ് ടാൻ ബി എത്ര വരും? 1/3 ഡിവൈഡഡ് ബൈ എന്തുവാ? 1 മൈനസ് ടാൻ എ 1/2 ഇൻറ്റു 1/3. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? മേളി 3 5 5/6 എന്ന് മേളി കിട്ടും. ബൈ താഴെ എത്ര വരും? 1 മൈനസ് 1/6 എന്ന് വരും. അതായത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 5/6 ഡിവൈഡഡ് ബൈ എത്ര വരും? 1 മൈനസ് 1/6 എന്ന് പറഞ്ഞാൽ വീണ്ടും 5/6. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 ഉണ്ടോ? അതായത് നമുക്ക് കിട്ടിയത് എന്തുവാ? ടാൻ A + B എത്ര കിട്ടിയത്? 1. അപ്പം നമുക്കറിയാം നമ്മൾ ടേബിൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര? 1 ആണെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പം ടാൻ A + B 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ടാൻ 45 ആണ് 1 എന്ന്. അങ്ങനെയാണെങ്കിൽ A + B കമ്പയർ ചെയ്തൂടെ? A + B എത്ര? A + B 45 ഡിഗ്രി ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. അത്രയേ ഉള്ളൂ. ഷോ ദാറ്റ് A + B = 45 നമുക്ക് കിട്ടി. A + B = 45 കിട്ടി. ഓക്കെ അല്ലേ?